Hello everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 37th lecture on the subject Strategic Cost and Management Accounting. This lecture is based on process costing applications, which is the second module in the subject Strategic Cost and Management Accounting for semester 3 students of MCOM. In previous lecture, we were discussing a problem on average cost method under the third head of equivalent production, that is, when there is opening as well as closing work in progress but with no process losses. And in this lecture, we are going to discuss the theory and problem on FIFO method, that is first in first out method, under the third head of equivalent production, that is when there is opening as well as closing work in progress but with no process losses. FIFO method. According to this method, the units first entering the process are completed first after taking into consideration the percentage of work to be done and shown separately in the statement of equivalent production. It means that ഈ ഒരു മെത്തേഡ് പ്രകാരം ഒരു പ്രോസസ്സിൽ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന യൂണിറ്റ്സ് ആയിരിക്കും ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന യൂണിറ്റ്സിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് വർക്കാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഫസ്റ്റ് എൻ്റർ ചെയ്യുന്ന യൂണിറ്റ്സിനെ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ യൂണിറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഓക്കെ. Thus, the units completed during a period would consist partly of units which are incomplete at the beginning of the period and partly of the units introduced during the period. അതായത് ഒരു പീരീഡിൽ കംപ്ലീറ്റ് ആകുന്ന യൂണിറ്റ്സിൻ്റെ അകത്ത് ആ പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഇൻകംപ്ലീറ്റ് ആയി നിന്ന യൂണിറ്റ്സും കാണും, അതുപോലെ തന്നെ ആ ഒരു പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സും കാണും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. ആ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് സർട്ടൺ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആകാനുണ്ട്. അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻകംപ്ലീറ്റ് ആണ്. ദെൻ ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ആദ്യം പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം ഫസ്റ്റ് എൻ്റർ ചെയ്ത് ഈ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരിക്കും ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ആ പ്രോസസ്സിലേക്ക് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രോസസ്സ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ ഒരു പീരീഡിൽ കംപ്ലീറ്റ് ആകുന്ന യൂണിറ്റ്സിൽ ഫസ്റ്റ് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിന്ന ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ യൂണിറ്റ്സും കാണും, അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സിൽ ആ ഒരു പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സും കാണും. ഓക്കെ. The cost of completed units is affected by the value of opening inventory, which is based on the cost of previous period. അതായത് ഓപ്പണിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡിലെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ ഈ കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ. നമുക്കറിയാം ഒരു പീരീഡിൻ്റെ ബിഗിനിങ്ങിൽ ഓപ്പണിംഗ് ഇൻവെൻട്രി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് പ്രകാരം ആദ്യം അതായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, എക്സാമ്പിൾ സഹിതം പറഞ്ഞു. ദെൻ നമുക്കറിയാം അപ്പോൾ കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ അകത്ത് ഈ ഓപ്പണിംഗ് ഇൻവെൻട്രിയുടെ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ദെൻ ഓപ്പണിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ കംപ്ലീറ്റഡ് യൂണിറ്റ്സിൻ്റെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓപ്പണിംഗ് ഇൻവെൻട്രിയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്രീവിയസ് പീരീഡിലെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ. This method is satisfactory when prices of raw materials and rates of direct labor and overheads are relatively stable. Raw materialsന്റെ പ്രൈസസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. ഡയറക്റ്റ് ലേബർ ആൻഡ് ഓവർഹെഡ്സ് അതിൻ്റെ റേറ്റ്സ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് സാറ്റിസ്ഫാക്ടറി ആകുന്നത്, കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത്. ഓക്കെ. Work in progress at the end of the period becomes the opening work in progress for the next period. അതായത് ഒരു പീരീഡിൻ്റെ അവസാനം, ഒരു പീരീഡിൻ്റെ എൻഡിൽ ഉള്ള വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പീരീഡിലെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. The closing work in progress will be valued at costs ruling during the new period. അതായത് പുതിയ പീരീഡിലെ കോസ്റ്റുകൾ അനുസരിച്ചിട്ടായിരിക്കും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത്. ആൻഡ് ദ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വിൽ ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് റൂളിംഗ് ഡ്യൂറിംഗ് ദ ഓൾ പീരീഡ്.
ഓൾഡ് പീരീഡിലുണ്ടായിരുന്ന, അതായത് മുൻപത്തെ പീരീഡിലുണ്ടായിരുന്ന കോസ്റ്റിനനുസരിച്ചിട്ടായിരിക്കും ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വാല്യൂ ചെയ്യുന്നത്. ദസ് വെയർ കോസ്റ്റ്സ് ആർ മോർ ഓർ ലെസ് ദ സെയിം ഇൻ ഈച്ച് പീരീഡ് ദി സിസ്റ്റം ഈസ് ആഡിക്വേറ്റ്. അതായത് കോസ്റ്റുകൾ മോർ ഓർ ലെസ് ദ സെയിം ഇൻ ഈച്ച് പീരീഡ്, ഓരോ പീരീഡിലും കോസ്റ്റുകൾ മോർ ഓർ ലെസ് ദ സെയിം, ദെൻ ഈ ഒരു സിസ്റ്റം ആഡിക്വേറ്റ് ആണ്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ തിയറിയിൽ പഠിച്ചതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോബ്ലം നോക്കാം. From the following details, prepare statement of equivalent production, statement of cost, statement of evaluation and process account by following FIFO method. ഇനി തന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ പ്രിപ്പയർ ചെയ്യുക ആൻഡ് പ്രോസസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യേണ്ടത് FIFO മെത്തേഡ് ഫോളോ ചെയ്തിട്ടാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2000 യൂണിറ്റ്സ്. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, 2000 യൂണിറ്റ്സ് ആണ്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ മെറ്റീരിയൽ എലമെൻറ്റ് 100% കംപ്ലീറ്റ് ആണ്. വാല്യൂ 5000 റുപ്പീസ് ആണ്. ലേബർ 60% കംപ്ലീറ്റ് ആണ്. വാല്യൂ 3000 റുപ്പീസ് ആണ്. ഓവർഹെഡ് 60% കംപ്ലീറ്റ് ആണ്. 1500 ആണ് വാല്യൂ. ടോട്ടൽ വാല്യൂ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റേത് 9500 റുപ്പീസ് ആണ്. ഓക്കെ, ദെൻ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രോസസ് 8000. ആ പ്രോസസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് 8000 ആണ്. ഓക്കെ, there are 2000 units in progress. ഇപ്പോൾ പ്രോസസ്സിൽ 2000 യൂണിറ്റ്സ് ഉണ്ട്. ആൻഡ് ദ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഇസ് എസ്റ്റിമേറ്റഡ് ടു ബി. ആ 2000 യൂണിറ്റ്സിൻ്റെ, ഇപ്പോൾ പ്രോസസ്സിലുള്ള 2000 യൂണിറ്റ്സിൻ്റെ സ്റ്റേജ് ഓഫ് കംപ്ലീഷൻ ഇങ്ങനെയാണ്. മെറ്റീരിയൽ 100%, ലേബർ 50%, ഓവർഹെഡ്സ് 50%. 8000 യൂണിറ്റ്സ് ആർ ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് പ്രോസസ്. 8000 യൂണിറ്റ്സ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദ പ്രോസസ് കോസ്റ്റ് ഫോർ ദ പീരീഡ് ആർ. പ്രോസസ് കോസ്റ്റുകൾ, ആ പീരീഡിലെ പ്രോസസ് കോസ്റ്റുകൾ മെറ്റീരിയൽ റുപ്പീസ് 96,000, ലേബർ റുപ്പീസ് 54,600, ഓവർഹെഡ്സ് റുപ്പീസ് 31,200. നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് അറിയാം പ്രൊഡക്ഷൻ യൂണിറ്റ്സ്, മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർഹെഡ്സ്. പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷനും ഇക്വലൻ്റ് യൂണിറ്റ്സും ഉണ്ട്. സോ നമ്മൾ പഠിച്ച തിയറി പ്രകാരം ഫസ്റ്റ് പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന യൂണിറ്റ്സ് സെപ്പറേറ്റ്ലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് പ്രൊഡക്ഷനിൽ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ആദ്യം എൻ്റർ ചെയ്യുന്നത്. സോ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് യൂണിറ്റ്സ് ക്വസ്റ്റ്യനിലുണ്ട് 2000 ആണ്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്. സോ അവിടെ പെർസെൻറ്റേജ് കംപ്ലീഷനും ഇക്വലൻ്റ് യൂണിറ്റ്സും ഇല്ല ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസിൽ. ദെൻ ലേബർ ആൻഡ് ഓവർഹെഡ്സ് 60% വീതമാണ് കംപ്ലീറ്റ്, വിച്ച് മീൻസ് 40% ആണ് ഇനി കംപ്ലീറ്റ് ആകാനുള്ളത്. സോ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ലേബർ ആൻഡ് ഓവർഹെഡ്സിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 40% ആണ്. 2000-ൻ്റെ 40% 800 ആണ് ഇക്വലൻ്റ് യൂണിറ്റ്സ്. ഓക്കെ, ദെൻ കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. ആ ഒരു പീരീഡിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തത് 8000 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ഇപ്പോൾ പ്രോസസ്സിൽ 2000 ഉള്ളൂ. ദെൻ 8000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 2000 ഉള്ളൂ, വിച്ച് മീൻസ് 6000 ആണ് കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. 6000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ കംപ്ലീഷൻ 6000 യൂണിറ്റ്സ് കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ആണ്. സോ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ കംപ്ലീഷൻ്റെ പെർസെൻറ്റേജും ലേബർ ആൻഡ് ഓവർഹെഡ്സിൻ്റെ കംപ്ലീഷൻ്റെ പെർസെൻറ്റേജും 100 ആയിരിക്കും. 100% കംപ്ലീറ്റ് ആണ്. നോക്കിക്കേ, മെറ്റീരിയൽസ് കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ഡ്യൂറിങ് ദ പീരീഡിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ 100, 6000-ൻ്റെ 100% 6000 ആണ് ഇക്വലൻ്റ് യൂണിറ്റ്സ്. ലേബർ ആൻഡ് ഓവർഹെഡ്സിൻ്റെ കേസിലും 100%, 6000-ൻ്റെ 100% 6000 ആണ് ഇക്വലൻ്റ് യൂണിറ്റ്സ്. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കാം. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദർ ആർ 2000 യൂണിറ്റ്സ് ഇൻ പ്രോഗ്രസ്. അതായത് പ്രോസസ്സിൽ ഇപ്പോൾ 2000 യൂണിറ്റ്സ് ആണ് ഉള്ളത്. അത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. യൂണിറ്റ്സ് 2000. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷനും ക്വസ്റ്റ്യനിലുണ്ട്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്. ദെൻ ഇക്വലൻ്റ് യൂണിറ്റ്സ് 2000-ൻ്റെ 100%, 2000 തന്നെയാണ് മെറ്റീരിയൽസിൻ്റെ കേസിൽ, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ മെറ്റീരിയൽസിൻ്റെ കേസിൽ. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ലേബർ ആൻഡ് ഓവർഹെഡ്സ് 50% കംപ്ലീറ്റ് ആണ്. ദെൻ ഇനി 50% കൂടിയാണ് കംപ്ലീറ്റ് ആകാനുള്ളത്. സോ 2000-ൻ്റെ 50% 1000. ഓക്കെ,
ദെൻ ടോട്ടൽ എടുക്കുമ്പോൾ യൂണിറ്റ്സിൻ്റെ ടോട്ടൽ 10,000, മെറ്റീരിയൽസിൻ്റെ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ 8,000, ലേബർ ആൻഡ് ഓവർ ഹെഡ്സിൻ്റെത് 7,800 ഈച്ച്. ലേബറിന് 7,800 യൂണിറ്റ്സ്, ഓവർ ഹെഡ്സിനും 7,800 യൂണിറ്റ്സ്. ക്ലിയർ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആദ്യം പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ദെൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സിൽ നിന്ന് 6,000 കൂടി പ്രോസസ്സ് ചെയ്തു. അങ്ങനെയാണ് ആ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ 2,000 അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 8,000-ൽ 6,000 പ്രോസസ്സ് ചെയ്തിട്ട് ടോട്ടൽ 8,000 ആണ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ദെൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ബാക്കി 2,000 ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് അവിടെ ഉണ്ട്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ ഇയർ, ഇക്വലൻ്റ് പ്രൊഡക്ഷൻ, കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, എലമെൻറ്റ് ഓഫ് കോസ്റ്റ് മെറ്റീരിയൽസ്, ലേബർ ആൻഡ് ഓവർ ഹെഡ്സ്. മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 96,000 ആണ്. ഇക്വലൻ്റ് പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനിൽ കണ്ടുപിടിച്ചു 8,000. ദെൻ 96,000 ഡിവൈഡഡ് ബൈ 8,000 കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ ചെയ്തപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ₹12 കിട്ടി. ദെൻ ലേബറിൻ്റെ കേസിൽ 54,600 ആണ് കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടെത്തി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനിൽ 7,800. കോസ്റ്റായ 54,600-നെ ഇക്വലൻ്റ് പ്രൊഡക്ഷനായ 7,800 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കോസ്റ്റ് പെർ യൂണിറ്റ് 7 കിട്ടും. ദെൻ ഓവർ ഹെഡ്സിൻ്റെ കോസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 31,200. ഇക്വലൻ്റ് പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനിൽ കണ്ടെത്തി 7,800 ആണ്. സോ കോസ്റ്റായ 31,200-നെ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ ആയ 7,800 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കോസ്റ്റ് പെർ യൂണിറ്റ് 4 കിട്ടുന്നു. ഓക്കെ, ദെൻ കോസ്റ്റിൻ്റെ ടോട്ടൽ 1,81,800. കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ടോട്ടൽ 23. ഓക്കെ, മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആയ 12-ഉം ലേബറിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആയ 7-ഉം ഓവർ ഹെഡ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആയ 4-ഉം കൂടി ആഡ് ചെയ്ത് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ടോട്ടൽ 23 കിട്ടുന്നു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ നോക്കാം. ആദ്യം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, കറണ്ട് കോസ്റ്റ് ആണ്. മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്. മെറ്റീരിയൽസിൻ്റെ വാല്യൂ നില്ലാണ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ലേബറും ഓവർ ഹെഡ്സും 60% കംപ്ലീറ്റ് ആണ് ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ 40% ആണ് കംപ്ലീറ്റ് ആകാനുള്ളത്. അത് വെച്ച് നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇക്വലൻ്റ് യൂണിറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലേബറിന് 800 യൂണിറ്റ്സ്, ഓവർ ഹെഡ്സിന് 800 യൂണിറ്റ്സ്. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ കണ്ടെത്തിയിരുന്നു. ലേബറിന് ₹7-ഉം ഓവർ ഹെഡ്സിന് ₹4-ഉം ആണ്. ദെൻ ലേബറിൻ്റെ വാല്യൂ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ ലേബറിൻ്റെ വാല്യൂ 800 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹7, 5,600. ദെൻ ഓവർ ഹെഡ്സ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കേസിൽ ഓവർ ഹെഡ്സിൻ്റെ വാല്യൂ 800 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹4, 3,200. ദെൻ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 8,800 ആണ്. ഓക്കെ, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കറണ്ട് കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 8,800 ആണ്. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നോക്കാം. 2,000 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും ഇക്വലൻ്റ് പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. മെറ്റീരിയൽസ് 2,000, ലേബർ 1,000, ഓവർ ഹെഡ്സ് 1,000 എന്നിങ്ങനെയാണ്. മെറ്റീരിയൽസ് 100% കംപ്ലീറ്റ് ആണ്. ലേബറും ഓവർ ഹെഡും 50% വീതം കംപ്ലീറ്റ് ആകാനുണ്ട്. 50% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ നമ്മൾ അത് വെച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനിൽ ഇക്വലൻ്റ് യൂണിറ്റ്സ് കണ്ടെത്തിയിരുന്നു. അതാണ് മെറ്റീരിയൽസ് 2,000, ലേബർ 1,000, ഓവർ ഹെഡ്സ് 1,000. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ മെറ്റീരിയൽസിന് ₹12 എന്ന് കണ്ടെത്തി, ലേബറിന് ₹7 എന്ന് കണ്ടെത്തി, ഓവർ ഹെഡ്സിന് ₹4 എന്ന് കണ്ടെത്തി. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ മെറ്റീരിയൽസിൻ്റെ കേസിൽ 2,000 അറ്റ് ദ റേറ്റ് ₹12, 24,000 ആണ്. ലേബറിൻ്റെ കേസിൽ 1,000 അറ്റ് ദ റേറ്റ് ₹7, 7,000 ആണ്. ദെൻ ഓവർ ഹെഡ്സിൻ്റെ കേസിൽ 1,000 അറ്റ് ദ റേറ്റ് ₹4, 4,000 ആണ്. ദെൻ ടോട്ടൽ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 35,000 ആണ്. ദെൻ യൂണിറ്റ്സ് കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. ആ ഒരു പീരീഡിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്തത് നമ്മളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻ്റ് പ്രൊഡക്ഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. 8,000 യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി 2,000 യൂണിറ്റ്സേ ബാലൻസ് ഉള്ളൂ. വിച്ച് മീൻസ് 6,000 ആണ് യൂണിറ്റ്സ് കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. സോ 6,000-ന് അറ്റ് ദ റേറ്റ് ₹23 വെച്ച് വാല്യൂ വരുന്നത് 1,38,000 ആണ്. ഈ 23 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ കോസ്റ്റ് പെർ യൂണിറ്റ്
മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡ്സിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ടോട്ടലാണ്. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂവും ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂവും കംപ്ലീറ്റ്ലി പ്രോസസ്സ് ചെയ്ത യൂണിറ്റ്സിൻ്റെ വാല്യൂവും കൂടി ആഡ് ചെയ്യുന്നതാണ്. അതായത് 8,800ഉം 35,000ഉം 1,38,000ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ്റെ ടോട്ടൽ 1,81,800 കിട്ടും. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വലൻറ്റ് പ്രൊഡക്ഷനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനും ചെയ്തു. ഇനി ചെയ്യേണ്ടുന്നത് പ്രോസസ് അക്കൗണ്ട് ആണ്. പ്രോസസ് അക്കൗണ്ടിൽ ക്വസ്റ്റ്യനിൽ നോക്കി അറിയാം, ആദ്യം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ടു ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് യൂണിറ്റ്സ് 2000 ആണ്. അതിൻ്റെ വാല്യൂവും ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്, 9,500. ദെൻ മെറ്റീരിയൽസ്, ടു മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 8,000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ വാല്യൂവും ക്വസ്റ്റ്യനിലുണ്ട്, 96,000. ദെൻ ടു ലേബറിൻ്റെ വാല്യൂ 54,600 ആണ്. അതും ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ ടു ഓവർഹെഡ്സിൻ്റെ വാല്യൂ 31,200 ആണ്. അതും ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ്. ദെൻ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് ആൻഡ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് 8,000 യൂണിറ്റ്സ് ആണ്. ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ അതിൻ്റെ വാല്യൂ വരുന്നത് ഇങ്ങനെയാണ്. 9,500 എന്ന് പറയുന്നത് നേരത്തെ, അതായത് പ്രീവിയസ് പീരീഡിൽ കോസ്റ്റിൻ്റെ ബേസിസിൽ ഉള്ള ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ ആയിരുന്നു. ദെൻ 8,800 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ കറണ്ട് കോസ്റ്റ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ കറണ്ട് കോസ്റ്റാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, 9,500 വാല്യൂ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെത് പ്രീവിയസ് പീരീഡിൻ്റെ ബേസിലുള്ളതിൽ നോക്കിക്കേ, മെറ്റീരിയൽസ് 100% കംപ്ലീറ്റും ലേബറും ഓവർഹെഡും 40% വീതം ഇനിയും കംപ്ലീറ്റ് ആകാനുണ്ടായിരുന്നു. അപ്പോഴുള്ള വാല്യൂ 9,500 ആണ്. ദെൻ അതിനോടൊപ്പം ഇപ്പോഴത്തെ കറണ്ട് കോസ്റ്റ്, അതായത് ബാക്കിയുള്ള 40% കംപ്ലീറ്റ് ആക്കിയ ഉള്ള വാല്യൂ 8,800 ആണ്. അപ്പോൾ 9,500ഉം 8,800ഉം അതിനോടൊപ്പം യൂണിറ്റ്സ് കംപ്ലീറ്റഡ് ഡ്യൂറിങ് ദ പീരീഡ്, ആ പീരീഡിൽ കംപ്ലീറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ്സിൻ്റെ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്, 1,38,000 ആണ്. സോ ഇത് ഈ മൂന്ന് എമൗണ്ട്സും കൂടി ആഡ് ചെയ്യുമ്പോൾ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് ആൻഡ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ വാല്യൂ 1,56,300 കിട്ടും. ദെൻ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്വസ്റ്റ്യനിലുണ്ട്, 2,000 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ നമ്മളിപ്പോൾ കണ്ടെത്തി 35,000 ആണ്. സോ അക്കൗണ്ട് ടാലി ആവും. ഓക്കെ, we will discuss the next method, that is LIFO method, in the next lecture. Thank you.